മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീടുകളിലും ഓഫീസുകളിലും നടത്തിയ പരിശോധനയിൽ ലഭിച്ച രേഖകൾ അനുസരിച്ച് കണക്കിൽപ്പെടാത്ത പണമുള്ളതായി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ഇവയുടെ മൂല്യനിർണ്ണയം തിങ്കളാഴ്ചയോടെ പൂർത്തിയാകും. കൂടുതൽ വിശദീകരണത്തിനായി താരങ്ങളിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കും. താരങ്ങളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച കമ്പ്യൂട്ടർ ഫയലുകൾ അടക്കം ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. കൊച്ചി, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ ആദായനികുതി വകുപ്പ് ഡയറക്ടർ ജനറൽമാരുടെ നേതൃത്വത്തിലാണ് രേഖകൾ പരിശോധിക്കുന്നത്. താരങ്ങൾ സമർപ്പിച്ച ആദായനികുതി റിട്ടേണും വരുമാനവും തമ്മിൽ കാര്യമായ വ്യത്യാസമുള്ളതായാണ് പ്രാഥമിക നിഗമനം. 20 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച രേഖകളിലെ അന്തരം താരതമ്യം ചെയ്ത് കണക്കുകളിലെ വ്യത്യാസം തിങ്കളാഴ്ചയോടെ കണ്ടെത്താനാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. വരവ് ചെലവ് സംബന്ധിയായ ഏറെ രേഖകൾ ഉള്ളതിനാൽ പരിശോധന അത്ര എളുപ്പമല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം മോഹൻലാലിന്റെ സ്വത്തുവകകളുടെ കൃത്യമായ മൂല്യനിർണ്ണയം അല്പം കൂടി വൈകിയേക്കും. വീട്ടിൽ നിന്ന് കിട്ടിയ ആനക്കൊമ്പ് വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ട്. പുരാവസ്തുക്കളുടെയും പെയിന്റിങ്ങുകളുടെയും മൂല്യം കണക്കാക്കാൻ വിദഗ്ധരുടെ സേവനവും കിട്ടേണ്ടതുണ്ട്. ഇനിയും 2 മുറികൾ തുറന്നു പരിശോധിക്കാനുമുണ്ട്. അതേസമയം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. ഇവരിൽ നിന്ന് കൂടുതൽ വിശദീകരണം ആവശ്യമായതിനാലാണ് ഇത്. ഇപ്പോൾ രാമേശ്വരത്ത് ഷൂട്ടിംഗിൽ പങ്കെടുക്കുന്ന മോഹൻലാൽ തിങ്കളാഴ്ച കൊച്ചിയിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് സൂചന. പ്രദീപ് ജോസഫ്, മനോരമ ന്യൂസ്, കൊച്ചി.